بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തഖ്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അവന് ഇബാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അദ്ദാരിയാത്തിൽ അള്ളാഹു അത് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്: വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ വമാ ഉരീദു മിൻകും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ജിന്നുകളെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹു ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു പറയുന്നു. മാ ഉരീദു മിൻകും മിൻ റിസ്ഖിൻ. നിങ്ങളിൽ നിന്ന് എനിക്കൊരു ഭക്ഷണവും ആവശ്യമില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവർ എനിക്ക് ഭക്ഷണം നൽകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നുമില്ല. എന്നെ ഭക്ഷിപ്പിക്കണമെന്നോ എനിക്ക് മറ്റ് വിഭവങ്ങൾ നൽകണമെന്നോ എന്നത് എൻ്റെ ആവശ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്ന ആ ലക്ഷ്യം ഇതാണ്. അതായത് നാം അള്ളാഹുവിൻ്റെ അടിമയാവുക, അവൻ്റെ ദാസനാവുക, അവന് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് ജീവിക്കുന്നവനാവുക. ഇതാണ് മനുഷ്യനിൽ നിന്ന്, ജിന്നുവർഗത്തിൽ നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയും അത് തന്നെയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്, എൻ്റെ റബ്ബിൻ്റെ ദാസനാണ്. അതായത് ഞാൻ അബ്ദും അള്ളാഹു റബ്ബുമാണ് എന്നതാണ് അള്ളാഹു നമ്മളും തമ്മിലുള്ള ഏറ്റവും മഹത്തായ ബന്ധം എന്ന് പറയുന്നത്. ഈ ബന്ധത്തെക്കുറിച്ച് ചിലപ്പോഴൊക്കെ നമുക്കൊരു സംശയം വരാം. കാരണം ഈ അടിമ എന്ന പദത്തിനാണ് ആ ഒരു പ്രശ്നം. അബ്ദ് എന്ന പദം സാധാരണഗതിയിൽ പണ്ട് കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു അടിമവൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു പദമായതുകൊണ്ടാണ് നമുക്ക് ആ പദത്തോടുള്ള നമ്മുടെ വെറുപ്പിൻ്റെയും അല്ലെങ്കിൽ അത് നമുക്ക് അനിഷ്ടകരമാകുന്നതിൻ്റെയും അടിസ്ഥാനപരമായ കാരണം. പക്ഷേ അള്ളാഹു നമ്മളും തമ്മിലാകുമ്പോൾ ആ പദത്തിന് ഒരു അടിമ ഉടമ എന്ന ബന്ധത്തിലല്ല, മറിച്ച് അള്ളാഹു നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ യജമാനൻ, അവനോടുള്ള നമ്മുടെ വിധേയത്വത്തിൻ്റെ പേരാണ് അവിടെ നമ്മൾ അബ്ദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരെ വിശേഷിപ്പിച്ചപ്പോഴൊക്കെ അവൻ ഉപയോഗിച്ച പദം റസൂല്, നബി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പദമല്ല ഉപയോഗിച്ചത്, മറിച്ച് അവരെല്ലാവരും എൻ്റെ ദാസന്മാരായിരുന്നു, അബ്ദായിരുന്നു എന്ന പദമാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തൻ്റെ ഏറ്റവും അടുത്തേക്ക് വിളിച്ചപ്പോൾ അവിടെ വെച്ച് നമസ്കാരം നിർബന്ധമാക്കിയ ആ രാത്രി പ്രയാണം ചെയ്യിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത്: സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിന എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഇസ്രായിലെ ആദ്യത്തെ ആയത്ത് അള്ളാഹു തുടങ്ങുന്നത്. അവനാണ് പരിശുദ്ധൻ. അല്ലദീ അസ്റാ ബി അബ്ദിഹി, തൻ്റെ ദാസനെ രാപ്രയാണം ചെയ്യിച്ചവൻ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കും പിന്നീട് അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ അടുത്തേക്കും ആകാശലോകത്തേക്കും രാപ്രയാണം ചെയ്യിച്ച ആ നാഥൻ പരിശുദ്ധനാണ്. അവൻ ന്യൂനതകളിൽ നിന്ന് മുക്തനാണ്, പരിപൂർണനാണ് എന്ന അർത്ഥത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ ലോകത്തിന് മുഴുവൻ, മനുഷ്യർക്ക് മുഴുവൻ മാർഗദർശനമായിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനെ കുറിച്ച്, ആ വിശുദ്ധ ഖുർആൻ ആർക്കാണ് അവതരിപ്പിച്ചത് എന്ന് വിശദീകരിച്ചപ്പോൾ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്ന: അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. തൻ്റെ ദാസന്
ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ച അവനാണ് സർവസ്തുതിയും. വേണമെങ്കിൽ അവിടെ അലാ നബീഹി അലാ റസൂലിഹി എന്നൊക്കെ അള്ളാഹുവിന് പറയാമായിരുന്നു. പക്ഷെ അതല്ല അള്ളാഹു പറഞ്ഞത്. അബ്ദ് എന്ന് പറഞ്ഞാൽ നമ്മളും അള്ളാഹുവും തമ്മിൽ ഉണ്ടാകേണ്ട അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബന്ധം എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ റബ്ബാണ്, നാം അവൻ്റെ അബ്ദാണ് എന്നുള്ളതാണ്. നൂഹ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു അതേ സൂറത്തുൽ ഇസ്രായിൽ തന്നെ 3-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ദുർരിയ്യത മൻ ഹമൽനാ മഅ നൂഹിൻ. നൂഹ് അലൈഹി ഇസ്ലാമയോടൊപ്പം നാം വഹിച്ചു കൊണ്ടുപോയ ആ സന്താന പരമ്പര, കപ്പൽ യാത്രയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ഖാന അബ്ദൻ ഷക്കൂറ. നൂഹ് അലൈഹി സ്വലാം ഏറ്റവും നന്ദിയുള്ള എൻ്റെ ദാസനായിരുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് രോഗവിമുക്തി നൽകിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നാ വജദനാഹു സ്വാബിറൻ. നാം അദ്ദേഹത്തെ ക്ഷമാശീലനായി കണ്ടു. നിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ്. എത്ര നല്ല ദാസനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. ഇന്നഹു അവ്വാബ്. അദ്ദേഹം എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണ് എന്ന് പറയുന്നുണ്ട്. ദാവൂദ് നബി, സുലൈമാൻ നബി, അവർക്കൊക്കെ ദാവൂദ് നബിക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയെ നൽകി, ഒരു സന്താനമായി നൽകി എന്ന് പറയുന്ന സന്ദർഭത്തിൽ സൂറത്തു സ്വാദിൽ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഹബ്നാലി ദാവൂദ സുലൈമാൻ. ദാവൂദ് അലൈഹി ഇസ്ലാമിക്ക് നാം സുലൈമാൻ അലൈഹി ഇസ്ലാമിയെ ഒരു സമ്മാനമായിട്ട് നൽകി, ഒരു സന്താനമായിട്ട് നൽകി. നിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ്. ആ സുലൈമാൻ അലൈഹി ഇസ്ലാം എത്ര നല്ല ദാസനാണ്. ഇന്നഹു അവ്വാബ്. അദ്ദേഹം ഏറെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണ്. അതുപോലെ ഈസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹം ജനിച്ച ഉടനെ പറഞ്ഞ 1-ാമത്തെ വാചകം ഖാല ഇന്നി അബ്ദുല്ലാ. ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. ആതാനിയൽ കിതാബ്. അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകി. വജഅലനി നബിയ. അവൻ എന്നെ പ്രവാചകനാക്കി മാറ്റി, അള്ളാഹുവിൻ്റെ ദൂതനാക്കി മാറ്റി. സൂറത്ത് മറിയമിലെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രവാചകന്മാർ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടൊക്കെ അവരുടെ കുറിച്ച് വിശദീകരിച്ചപ്പോഴൊക്കെ അള്ളാഹു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അവർ എൻ്റെ ദാസനാണ് എന്നുള്ളതാണ്. ഞാൻ അവരുടെ റബ്ബുമാണ്. ഏതൊരു സത്യവിശ്വാസിക്കും പ്രാപ്യമായ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ആ പറയുന്നത്. നമ്മൾ അള്ളാഹുവിൻ്റെ അബ്ദാണ്. ആ ഉബൂദിയത്ത്, അള്ളാഹുവിൻ്റെ ഉബൂദിയത്ത് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കൈവരിക്കാവുന്ന ഏറ്റവും സവിശേഷമായ അതിവിശിഷ്ടമായ ഒരു സ്ഥാനമാണ്. അതെങ്ങനെ കൈവരിക്കാം എന്ന് ചോദിച്ചാൽ കേവലം ചില ആരാധനാകർമ്മങ്ങളിലൂടെ, ഫർളായ നമസ്കാരങ്ങൾ, നോമ്പ്, ഉംറ, ഹജ്ജ്, സദഖ, ഇത് മാത്രമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ഓരോ കർമ്മങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവൻ്റെ കൽപ്പനകൾക്കും അവൻ്റെ ആജ്ഞാനിരോധങ്ങൾക്കും വിധേയമായിക്കൊണ്ട് നമ്മൾ ജീവിതം നയിക്കുമ്പോൾ അത് മുഴുവൻ ആരാധനയായിട്ട് മാറുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഇണയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണം പോലും അത് നിങ്ങൾക്ക് സദഖയാണ്, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പുണ്യം കരസ്ഥമാക്കാൻ പറ്റുന്ന സംഗതിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതും അപ്പുറം കടന്ന് നിങ്ങൾ ദമ്പതികൾ പരസ്പരം ലൈംഗിക വികാരങ്ങളെ പൂർത്തീകരിക്കുന്നത് പോലും അള്ളാഹു ഇഷ്ടപ്പെട്ട് ഇണയാക്കി തന്ന നിയമവിധേയമായ മാർഗത്തിലൂടെ, വിവാഹത്തിലൂടെ നിങ്ങൾ ഇണകളായി ചേരുമ്പോൾ ആ ഇണചേരുന്നത് പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ഇബാദത്തായിട്ട് അവന് ചെയ്യുന്ന ഒരു അവന് അനുസരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാണ്. അവൻ്റെ നിരോധങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അവനെ അനുസരിക്കുന്ന ഓരോ സംഗതികളും അതൊക്കെ നമുക്ക് ഇബാദത്തായിട്ട് മാറുന്നു എന്നതാണ്. ഒരു അറാബി പറഞ്ഞതായിട്ട് സാധാരണഗതിയിൽ അറബി ഭാഷയിൽ ഉദ്ധരിക്കപ്പെടാറുണ്ട്, അൽ അബ്ദു അബ്ദുല്ലാ വൽ ഹുറു അബ്ദുൽ ഹവ. യഥാർത്ഥത്തിൽ ഒരു ദാസൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമയാകുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിയ ആളാകുന്നത്. പക്ഷെ വൽ ഹുർ, സ്വതന്ത്രൻ എന്ന് നമ്മൾ സാധാരണഗതിയിൽ വിവക്ഷിക്കുന്നത് അബ്ദുൽ ഹവ, അവൻ സ്വന്തം ഇച്ഛയുടെ അടിമയായിരിക്കും. അതായത് പലപ്പോഴും അള്ളാഹുവിന് അടിമപ്പെടാൻ വഴങ്ങുന്ന ആളുകൾ എന്തുകൊണ്ടതിന് മുതിരുന്നു ചോദിച്ചാൽ അവർക്ക്
സ്വന്തം ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പായേണ്ടി വരും. ദൈവത്തെ നിഷേധിക്കുന്ന പല ആളുകളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണ് അവർ ദൈവത്തെ നിഷേധിക്കുന്നത്? അത് ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടാഞ്ഞിട്ടോ അല്ല, മറിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പായാൻ, എന്നിട്ട് ആ താല്പര്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നത്. ഏത് ദൈവനിഷേധിയെ നമ്മൾ എടുത്തു നോക്കൂ, ഏത് നിരീശ്വരവാദിയെയും നാസ്തികനെയും ഒക്കെ എടുത്തു നോക്കൂ, അവരുടെയൊക്കെ ദൈവനിഷേധത്തിന്റെ പിന്നിൽ ബുദ്ധിയോ യുക്തിയോ ഒന്നുമില്ല എന്ന് കാണാൻ സാധിക്കും. മറിച്ച് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം, ഈ ലോകം സുഖിക്കാനുള്ളതും അങ്ങനെ ആഡംബരമാക്കണം, അതിനുവേണ്ടി മാത്രമാണ് അവർ ദൈവത്തെ നിഷേധിക്കുന്നത്. പക്ഷേ അങ്ങനെ നിഷേധിക്കുമ്പോൾ അവർ മറ്റു പലതിൻ്റെയും ദാസന്മാരായി മാറുന്നു. ഒന്നുകിൽ പണത്തിന്റെ, അല്ലെങ്കിൽ അധികാരത്തിന്റെ, അല്ലെങ്കിൽ പ്രശസ്തിയുടെ, അല്ലെങ്കിൽ സ്വാധീനത്തിന്റെ, ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളുടെയും അടിമകളായിട്ട് മാറുന്നു. ഒരാൾ അള്ളാഹുവിന്റെ ദാസനോട് ആകുന്നതോടുകൂടി മറ്റെല്ലാത്തിൽ നിന്നും അവൻ വിമുക്തനായിക്കൊണ്ട് അവനാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നത്. ഇന്നമൽ ഉബൂദിയത്തു ലില്ലാഹ് വമാ സിവാഹു റിഖ്ഖുൻ. വാസ്തവത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം, യഥാർത്ഥ വിധേയത്വം എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ളതാണ്. പക്ഷെ അതല്ലാത്തതെല്ലാം അടിമത്വമാണ്. മറ്റത് അള്ളാഹുവിനോടുള്ള ദാസ്യമാണ്, അവനോടുള്ള വഴിപ്പെടലാണ്. അതല്ലാത്തതൊക്കെ അടിമത്തമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തെ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. ആ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരായിട്ട് നമ്മൾ മാറുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.